റിട്ടയർഡ് സൂപ്രണ്ടുമായിട്ട് ഉള്ള വ്യക്തിത്വമാണ് ശ്രീ രവി പുലിയന്നൂർ. അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ രവി സാറ്. സാറിനെ മർഫി സ്കൂളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ബാബുരാജ് ജി, പാലാ സഹൃദയ സമിതി അംഗം. അതിലേറെ പാലായിൽ പ്രവർത്തിക്കുന്ന വളരെ സജീവമായ ഒരു സംഘടനയാണ് സബലം എന്ന് പാല എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ മെമ്പർ. അതിലേറെ എനിക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായി നിൽക്കുന്ന എടമറ്റം രത്നപ്പൻ സാറിന്റെ മരുമകന്. ഒപ്പം അദ്ദേഹത്തിന്റെ കൃതികളെ ഇന്ന് തേടി ഒന്നുകൂടി വീണ്ടും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതുപോലെ 2 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സാഹിത്യത്തില് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ബാബുരാജ് സാറ്. സാറിനെ ഏറെ സ്നേഹത്തോടെ മർഫി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹയർ സെക്കൻഡറിനാണ് പ്രകാശ് വെട്ടം അല്ലെ? പ്രകാശ് വെട്ടം എന്ന പേരില് 2 പുസ്തകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 40 ലഘു പ്രസംഗങ്ങൾ എന്ന ഒരു പുസ്തകവും അതുപോലെ തന്നെ വെട്ടം കഥകൾ. ഇങ്ങനെ 2 പുസ്തകങ്ങൾ സാറിന്റെ ഫാദറിന്റെ ആയിട്ടുണ്ട്. അപ്പം സാറിന്റെ ശ്രമമാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ 2 വ്യക്തിത്വങ്ങളെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് സാറിന്റെ അച്ഛന്റെ ഒരു പുസ്തകം 40 ലഘു പ്രസംഗങ്ങൾ എന്ന പുസ്തകം നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക്, ക്ലാസ് തല ലൈബ്രറിയിലേക്ക് സാറ് ഇന്ന് ഒരു 60ഓളം കോപ്പികൾ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവരെ 2 പേരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് അഭിലാഷ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ എല്ലാ കുട്ടികളും ഈ ഒരു സാഹിത്യ വർത്തമാനം അത് ഹാസ്യത്തിലൂടെ സാർ അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രവി സാറ് അല്പം ക്ഷമയോടെ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങള് സാഹിത്യ വർത്തമാനം ഇതുവരെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ട് ഉള്ള കാര്യമായിരിക്കുകയല്ല. ഗൗരവമായ വായനയുടെ പ്രസക്തി എന്തെന്നും അതുപോലെ തന്നെ സാഹിത്യം എങ്ങനെയാണ് മനുഷ്യനെ മാറ്റിയെടുക്കുന്നതെന്നും ഒക്കെ സാറിന് ഇവിടെ വിവരിക്കും. അപ്പൊ ഈ പ്രോഗ്രാമിൽ സന്നിഹിതരായിരിക്കുന്ന 8, 9 ക്ലാസ്സിലെ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തകങ്ങളെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചും സാഹിത്യ വർത്തമാനം നടത്തുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥി ശ്രീ രവി പുലിയന്നൂർ അവറുകളെ സാഹിത്യ വർത്തമാനത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സർപ്പഞ്ച് ശ്രീ ജോസ് സാർ, എൻ്റെ സുഹൃത്ത് ശ്രീ ബാബുരാജ് സാറ് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹം കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയറായ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് എന്നുകൂടി പറയട്ടെ. പ്രിയപ്പെട്ട അഭിലാഷ് പി വെട്ടം, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളില് വായനാവാരത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് നിങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിലാഷ് പി വെട്ടം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, അടുത്തിടെ ഒരു വനിതാ സുഹൃത്ത് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ്. അവരൊരു അധ്യാപികയാണോ എന്ന് എനിക്കറിയില്ല. സാഹിത്യകാരന്മാരെ വായനാവാരത്തിന് സാഹിത്യകാരന്മാരെയൊക്കെ സ്കൂളുകളിലേക്ക് ക്ഷണിക്കും
ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കുട്ടികളുടെ മുമ്പിൽ ദീർഘമായ പ്രസംഗമൊന്നും നടത്തരുത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ ഇപ്പോഴത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് ഓർക്കുന്നത്. അപ്പം ആ ചേച്ചി പറഞ്ഞ നിങ്ങളൊക്കെ വളരെ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. അപ്പോൾ ആ ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ കാലത്ത് അപ്പം അവരോട് വലിയ പ്രസംഗമൊന്നും നടത്തരുത്. പക്ഷെ ഒരു ആനുകൂല്യം തന്നിട്ടുണ്ട്. ഒരു കഥ പറഞ്ഞു, അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതുകൊണ്ട് അപ്പം ഞാൻ ആദ്യം നിങ്ങളോട്, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യം ഒരു കഥ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണോ? ആണോ? ആണോ? ഉഷാറായിട്ട് പറയാം. അതെ. അപ്പോൾ ഈ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. ഈ കഥയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും. അപ്പം ആ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഉത്തരം അറിയാവുന്നവർ ചാടി ഉത്തരം പറയരുത്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് വായനശാലയിൽ പോയി പുസ്തകം എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഈ വെട്ടൻ സാറും ഞങ്ങളെല്ലാം. അന്നൊക്കെ വായനശാലയിൽ പോവുക എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് പോലെ ഒരു അനുഷ്ഠാനം പോലെയുള്ള ഒരു ചടങ്ങായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്നിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്തിനാണ് നമ്മൾ വായിക്കാൻ പറയുന്നത്? അറിവ് നേടാൻ, അല്ലേ? അറിവ് നേടാനാണ് വായിക്കുന്നത്. നമ്മുടെ നല്ല ഭാഷ സ്വായത്തമാക്കണം. വലിയ വലിയ ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ ജീവിത രീതികളൊക്കെ അറിയണം. അതുപോലെ നമ്മുടെ ഭാഷ വളരുന്നതിനും നമ്മുടെ കഴിവുകൾ വളരുന്നതിനും ഒക്കെ നമുക്ക് വായന. അപ്പൊ അങ്ങനെ മലയാളികളെ വായിക്കാൻ വേണ്ടി വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായിട്ട് പണിക്കർ സാറ് നാട് നീളെ നടന്ന് വായനശാലകൾ സ്ഥാപിക്കുകയും അതിനുവേണ്ടി പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിന് നന്ദി സൂചകമായിട്ടാണ് ഈ പണിക്കർ സാറിന്റെ ചരമദിനം നമ്മൾ വായനാ ദിനമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്, എല്ലാ വർഷവും ആചരിക്കുന്നത്, അല്ലേ? അപ്പൊ അത് കഴിഞ്ഞത് ഗ്രന്ഥശാല സംഘമായിട്ടൊക്കെ വളർന്നു. അത് കഴിഞ്ഞിട്ട് പണിക്കർ സാറ് അക്ഷരം അറിയാൻ മേലാത്ത പ്രായമായ ആളുകളെ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടി സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ തുടങ്ങി. ജീവിതാവസാനം വരെ വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആളായിരുന്നു ആര്? പണിക്കർ സാർ, അല്ലെ? PN പണിക്കർ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാം. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ലോകത്ത് ഏതെങ്കിലും ഉന്നത സ്ഥാനത്തൊക്കെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിരന്തരം വായനയിൽ ഏർപ്പെട്ടിരുന്നവരാണ് എന്ന് മനസ്സിലാവും. ആ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന H.G. വെൽസ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ കഥയുണ്ട്. അപ്പൊ അദ്ദേഹം 43ഓളം നോവലുകളും ഡസൻ കണക്കിന് ചെറുകഥാ സമാഹാരങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സാമൂഹ്യ വിമർശകനും ഒക്കെ ആയിരുന്നു H.G. വെൽസിന്റെ കുട്ടിക്കാലം. അതായത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തീരെ ആരോഗ്യമില്ലാത്ത മെലിഞ്ഞ് ശോഷിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പോ ഈ കുട്ടിക്ക് ഫുട്ബോൾ കളിയിൽ ഭയങ്കര ഭ്രമമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഫുട്ബോൾ ഒക്കെ നടക്കുന്ന സമയമല്ലേ, അല്ലേ? എല്ലാരും കാണാറുണ്ടോ? ഉണ്ടോ? അപ്പൊ ഈ ഫുട്ബോൾ കളിയിൽ ഭയങ്കര ഭ്രമമാണ് ഈ H.G. വെൽസ് എന്ന് പറഞ്ഞ കുട്ടിക്ക്. പക്ഷെ ആരോഗ്യമില്ല. സ്കൂളില് കൂട്ടുകാർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ആരോഗ്യമില്ലാത്ത കുട്ടിയും കളിയോടുള്ള ഭ്രമം കൊണ്ട് ഗ്രൗണ്ടിൽ ചെല്ലും. അപ്പൊ ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഇവരോടൊപ്പം കളിക്കാൻ പറ്റാത്ത അവസ്ഥ. മറ്റു കുട്ടികൾക്കെല്ലാം ദേഷ്യം വരും. കാരണം മുമ്പിൽ തട്ടി ഇങ്ങനെ നിൽക്കും. കളിക്കാനുള്ള ആരോഗ്യമില്ല, എന്നാൽ കളിക്കാനുള്ള ഭ്രമം ഉണ്ട്. ഒരു ദിവസം സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ, മുമ്പിൽ ഇങ്ങനെ തട്ടി നിന്ന് കഴിഞ്ഞപ്പം കൂട്ടുകാർക്ക് ആർക്കോ അത് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നിട്ട് ഈ H.G. വെൽസിനെ എടുത്ത് ഗ്രൗണ്ടിന്റെ സൈഡിലോട്ട് ഒരു ഏറ് വെച്ചു, ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. ദേഷ്യം വന്നിട്ട് എന്ത് സംഭവിച്ചു കാണും? കൈകാലമൊക്കെ ഒടിഞ്ഞു. അതുപോലെ തയ്യാറായി എറിഞ്ഞത് കൈകാലമൊക്കെ ഒടിഞ്ഞു. അന്നേരം ആശുപത്രി
UP സ്കൂളിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ട് അവിടെ അഡ്മിറ്റ് ആക്കി നാളുകൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഈ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അവിടുത്തെ ഡോക്ടറും അവിടുത്തെ നഴ്സുമാരും HD വെൽസിന്റെ അച്ഛനമ്മമാരും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് ബാലപ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ വായനയ്ക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ അവിടെ കിടന്ന കിടപ്പിൽ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും വായന അതൊരു ശീലമായി മാറുകയും ചെയ്തു. 12ാമത്തെ വയസ്സിൽ ആദ്യം കഥ എഴുതി പ്രസിദ്ധീകരിച്ചു HD വെൽസിന്റെ. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ പറയുന്നുണ്ട്, ആശുപത്രിയിൽ കിടന്ന കാലത്തെ ആ വായനയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ആരോ നിങ്ങളെ കുട്ടികൾ ആരോ എഴുതിയ ഒരു കഥാപുസ്തകം സ്വന്തമായി ചെയ്ത ഒരു കഥാപുസ്തകം എന്നിവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കുട്ടി ഇവിടെ ഉണ്ടോ? ആരാത്? പേരെങ്ങനെയാണ്? ഭരത്തിന്റെ ഒരു പുസ്തകം, കഥാപുസ്തകം പ്രകാശന്റെ ആഗ്രഹ വെച്ചിട്ടുണ്ട് ഹെഡ്മാസ്റ്റർ പറഞ്ഞു. അപ്പൊ ഭരത്തിനെ പോലെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് പുസ്തകമായിട്ടുള്ള ഇപ്പൊ ഇലക്ട്രോണിക് റീഡിങ് ഓൺലൈനായിട്ട് പുസ്തകം വായിക്കാൻ കഴിയും.